സൂപ്പർ കപ്പിലെയും കോപ്പ ഡെൽറേയിലെയും അപ്രതീക്ഷിത വീഴ്ചകളിൽ റയൽ മാഡ്രിഡ് തളരുമെന്ന് കരുതിയവർക്ക് തെറ്റി. സാന്റിയാഗോ ബെർണബ്യുവിന്റെ പുൽമൈതാനത്ത് ലവാന്തയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്തെറിഞ്ഞുകൊണ്ടാണ് റയൽ തങ്ങളെ എഴുതിത്തള്ളാൻ വരട്ടെ എന്ന കൃത്യമായ താക്കീത് നൽകിയത്. ആദ്യ പകുതിയിൽ മാഡ്രിഡിന്റെ പോരാളികളെ തടഞ്ഞു നിർത്താൻ ലവാന്തെ പ്രതിരോധം കിണഞ്ഞു ശ്രമിച്ചെങ്കിലും രണ്ടാം പകുതിയിൽ ആഞ്ഞടിച്ച മാഡ്രിഡിന്റെ ആക്രമണ വീര്യത്തിന് മുന്നിൽ അവർ കായുധം വെച്ച് കീഴടങ്ങേണ്ടി വന്നു. തകർന്നു പോയിടത്തു നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തിയെഴുന്നേൽക്കുന്ന റയലിന്റെ ആജയ്യമായ പോരാട്ട വീര്യമായിരുന്നു ബെർണബ്യുവിൽ ആർത്തിരമ്പിയത്. മത്സരത്തിന്റെ 58ാമത്തെ മിനിറ്റിൽ ആവേശം കൊടുമുടിയിൽ എത്തിച്ചുകൊണ്ട് ഫ്രഞ്ച് സുൽത്താൻ കിലിയൻ എംബാപ്പെ പെനാൽറ്റി സ്പോട്ടിൽ നിന്ന് വലകുലുക്കി. ആ ഗോൾ വെറുമൊരു ലീഡ് മാത്രമായിരുന്നില്ല, മറിച്ച് ലവാന്തയുടെ ആത്മവിശ്വാസത്തിന്റെ നെഞ്ചു പിളർക്കുന്ന പ്രഹരമായിരുന്നു. നിമിഷങ്ങൾക്കകം ടർക്കിഷ് വണ്ടർകിഡ് ആർദാ ഗുലറുടെ മാന്ത്രിക പാസിൽ നിന്നും യുവതാരം റൗൾ അസൻസിയോ തൊടുത്ത വെടിയുണ്ട ലവാന്തെ വല ചുംബിച്ചതോടെ മാഡ്രിഡിന്റെ വിജയം പൂർത്തിയായി. യുവത്വത്തിന്റെ കരുത്തും പരിചയസമ്പന്നതയുടെ തന്ത്രങ്ങളും ഒത്തുചേർന്നപ്പോൾ ബെർണബ്യുവിൽ പിറന്നത് മാസ്കരികമായൊരു ഫുട്ബോൾ വിരുന്നായിരുന്നു. ഈ തകർപ്പൻ ജയത്തോടെ 48 പോയിന്റുമായി റയൽ മാഡ്രിഡ് കിരീട പോരാട്ടത്തിൽ ബാഴ്സലോണയുടെ തൊട്ടു പിന്നിൽ വട്ടമിട്ട് പറക്കുകയാണ്. 49 പോയിന്റുള്ള ബാഴ്സലോണ 1ാം സ്ഥാനത്തുണ്ടെങ്കിൽ പോലും ഒരു മത്സരം കുറച്ചു മാത്രം കളിച്ച മാഡ്രിഡ് പട ഏത് നിമിഷവും പോയിന്റ് പട്ടികയിൽ അട്ടിമറി നടത്താൻ സജ്ജമാണ്. എന്തായാലും സ്പെയിനിലെ കളിത്തട്ടിൽ ഇനി പോരാട്ടം മുറുകും.